ഭാരതാംബ വിവാദത്തിൽ നിയമ നടപടികളിലേക്ക് കടക്കാൻ സർക്കാർ നിയമ സെക്രട്ടറിയോട് ഉപദേശം തേടി. മന്ത്രി വി ശിവൻകുട്ടിയുടേത് പ്രോട്ടോകോൾ ലംഘനമെന്ന നിരീക്ഷണത്തിൽ രാജ്ഭവൻ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങില്ല. ഉദ്ഘാടന പരിപാടിയുണ്ടെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാജ്ഭവനും ഗവർണറും. RSS കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന്റെ പേരിൽ സർക്കാർ രാജ്ഭവൻ പോര് രൂക്ഷമാവുകയാണ്. ആദ്യം കൃഷിമന്ത്രി പി പ്രസാദും ഇന്നലെ വി ശിവൻകുട്ടിയും പരിപാടി ബഹിഷ്കരിച്ചതോടെ സർക്കാരിന് കോൺഗ്രസിൻ്റേതടക്കം പിന്തുണ കിട്ടുകയാണ്. എന്നാൽ ഭാരതാംബയുടെ ചിത്രം എടുത്തുമാറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് രാജ്ഭവൻ. ഇതിനിടയിലാണ് സർക്കാർ നിയമവഴി തേടുന്നത്. രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വയ്ക്കണമെന്ന പ്രോട്ടോകോൾ ഉണ്ടോ എന്ന് നിയമോപദേശം തേടി. മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ നിയമോപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നും ചീഫ് സെക്രട്ടറി നിയമ സെക്രട്ടറിയോട് ആരാഞ്ഞു. നിയമ സെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം. RSS ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവനെന്നും ഗവർണർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഗവർണറുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനൊന്നും പറ്റുന്നില്ല. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. രാജ്ഭവൻ എന്ന് പറയുന്നത് RSSന്റെ ചിഹ്നം വെച്ചുകൊണ്ട് പൂജിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ഗവർണറുടെ വിഷയത്തിൽ മന്ത്രി ശിവൻകുട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും മന്ത്രിയെ അഭിനന്ദിക്കുകയാണെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. അതേസമയം ശിവൻകുട്ടിയുടെ ബഹിഷ്കരണത്തെ തുടർന്നുള്ള തുടർ നടപടികൾക്ക് രാജ്ഭവനില്ല. ഇന്നലെ പുറത്തിറക്കിയ രൂക്ഷ വിമർശനത്തോടെയുള്ള പ്രസ്താവനയോടെ ശിവൻകുട്ടിക്കെതിരായ നീക്കം അവസാനിപ്പിക്കുകയാണ് രാജ്ഭവൻ. പക്ഷേ തുടർ നിലപാട് കടുപ്പിക്കും. ഉദ്ഘാടനമുണ്ടെങ്കിൽ ഭാരതാംബയുടെ ചിത്രവും ഉണ്ടാകും. രാജ്ഭവനിൽ നടക്കേണ്ട സത്യപ്രതിജ്ഞ ഒഴികെയുള്ള ഒരു സർക്കാർ പരിപാടിയും ഇനി രാജ്ഭവനിൽ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവില്ലെന്നുറപ്പായി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.